ഓണം റെസിപ്പീസിൻ്റെ ഇടയിൽ ഇന്ന് ഓണം നോട്ട്സ് ഓണം ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടാലോ? ഇന്നത്തെ റെസിപ്പി ഒരു കേസരിയാണ്, ഒരു മിൽക്ക് കേസരി. അപ്പോൾ നമുക്ക് റെസിപ്പി വേഗം കണ്ടാലോ? ഞാൻ ആദ്യമായിട്ട് കേസരി കഴിക്കുന്നത് ഞാനുണ്ടാക്കിയ കേസരിയാണ്. അതും ഒരു ട്രയലായിട്ട് ചെയ്ത് ഞാനുണ്ടാക്കിയതായിരുന്നു. അന്ന് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നും അറിയില്ല. പിന്നെ ഒരു കേസരി കഴിക്കുന്നത് നമ്മുടെ ദോശയ്ക്കും നമ്മുടെ വടക്കൊക്കെ ഒപ്പം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേസരി ഞാൻ കഴിച്ചിട്ടുള്ളത്. ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ മിക്കവാറും സ്വീറ്റ് ക്രേവിങ് വരുമ്പോൾ ഞാൻ കേസരി ഉണ്ടാക്കാറുണ്ട്. ആ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്ത് കോരാം. അതിനുശേഷം അതേ പാനിൽ കുറച്ച് റവയിട്ട് ഒന്ന് വറുത്ത് അതും നമുക്കൊന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കപ്പ് പാല്, കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ ചേർത്തതും കൂടെ ചേർത്ത് ഒന്നുകൂടി നമുക്ക് നമ്മുടെ റവ കേസരി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വളരെ ചെറിയ തീയിലാണ് നമ്മൾ ഈ റവയൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് വേണ്ട പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ സ്റ്റീവിയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും മധുരമാണ്, അപ്പോൾ കുറച്ച് ഹെൽത്തി മധുരം ആകട്ടെ എന്ന് വിചാരിച്ചാണ് സ്റ്റീവിയ യൂസ് ചെയ്യുന്നത്. സ്റ്റീവിയ ഇട്ട് കുറച്ചധികം സമയം നമുക്ക് നമ്മുടെ റവയും നെയ്യും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇളക്കുന്നതിനിടയ്ക്ക് അല്പം ഏലക്ക പൊടിച്ചതും പിന്നെ നെയ്യും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റവ കേസരി റെഡിയാവും. അവസാനമായി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ടാൽ നമ്മുടെ റവ കേസരി ശരി. ഇനി നമുക്ക് ചൂടോടുകൂടി ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് അതിലേക്ക് നമ്മുടെ റവ കേസരിയെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? പാലിൻ്റെയും പിന്നെ ആ മധുരവും നെയ്യും ഒക്കെ ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ കേസരിയാണ് ഇത്. ചാനലും റെസിപ്പിയും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ ശരി, ഞാൻ പോയി ഈ കേസരി ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ.